ഡേറ്റഡ് ചെക്ക്. ഡേറ്റഡ് ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ് ഇട്ട് കൊടുക്കുന്ന ചെക്ക്. പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എപ്പോഴോ ഒരു മാസത്തെ പോസ്റ്റ് ഡേറ്റഡ്, ഒരു 5 മാസത്തെ 6 മാസത്തെ കഴിഞ്ഞു വരുന്ന ഡേറ്റ് ഇട്ട് കൊടുത്ത ചെക്ക്. ചെക്കിനൊക്കെ 6 മാസം വാലിഡിറ്റി ഉള്ളൂ, മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ ഞാൻ ഈ വീഡിയോകൾ വഴി നിങ്ങളെ ലീഗൽ അവയർനെസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ, എല്ലാവരും നിയമം പഠിക്കണം. വെറുതെ പഠിച്ചോളൂ, നല്ല കാര്യമാണ്, പക്ഷെ അതിനകത്തൊരു പാഷൻ വേണം കേട്ടോ. അതില്ലാതെ പഠിക്കും. ഞാൻ നിയമം പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ധാരാളം പേർക്ക്, ധാരാളം വെച്ചാൽ 10-15 പേർക്ക്. എനിക്ക് വലിയ കാര്യമാണ്, കാരണം അതിൽ പോലീസ് ഉദ്യോഗസ്ഥർ വരെയുണ്ട്. അവർക്കൊക്കെ വളരെ ഹാപ്പി ആയിട്ടിരുന്ന് കേൾക്കും. കാരണം ഈ നിയമം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഫിസിക്സും കെമിസ്ട്രിയും പോലെയല്ല. പഠിപ്പിക്കുന്ന അധ്യാപകന്റെ അതൊരു ടാലന്റും കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഭയങ്കര പ്രഷറായിരിക്കും. നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെ ഒന്നും തോന്നില്ല. എനിക്കങ്ങനെ പഠിപ്പിക്കാൻ അറിയാം. ഞാൻ അധ്യാപകനായിരുന്ന വ്യക്തിയാണ്. 10-17 കൊല്ലം ബികോമിന് ക്ലാസ് എടുത്തോണ്ടിരുന്നു. അപ്പോൾ ഇപ്പോൾ LLBക്കും ക്ലാസ് എടുക്കുന്നുണ്ട്, ഓൺലൈൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ പറയുന്നത് ഡേറ്റഡ് ചെക്ക് ഡേറ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് ഏതെങ്കിലും ഡേറ്റിലാണ് ഡേറ്റഡ് ചെക്ക് എന്ന് പറയും. പിന്നെ അത് എപ്പോഴോ ഉള്ള 2 മാസം കഴിഞ്ഞുള്ള പോസ്റ്റ് ഡേറ്റ് ചെക്ക് എന്ന് പറയും. ഈ ഡേറ്റ് ഇട്ട് നിങ്ങൾ ഒരാൾക്ക് ഇന്ന് ഒരു 5 ലക്ഷം രൂപ കൊടുക്കുന്നു. അയാൾ അടുത്ത ആഴ്ചത്തെ ഡേറ്റ് ഇട്ട് തരികയാണ് ചെക്ക്. നോട്ട് ചെയ്യണേ, അടുത്ത ആഴ്ച, അടുത്ത തിങ്കളാഴ്ച, അല്ലെങ്കിൽ വരുന്ന തിങ്കളാഴ്ച, മറ്റന്നാൾ ഡേറ്റ് ഇട്ട് തരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ മിണ്ടാതിരിക്കും. പക്ഷേ ഇതിന് 6 മാസം വാലിഡിറ്റിയാണ്. ഈ ചെക്കുകൾക്ക് 6 months വാലിഡിറ്റിയാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ 1 വർഷം കഴിഞ്ഞ് ചെക്ക് എടുത്തിട്ടാൽ അത് ഈ ക്രിമിനൽ ഒഫൻസ് ആണ്. ചെക്കിൽ പൈസ ഇല്ല, ബാങ്കിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞ് പോയാൽ അത് ഇൻസഫിഷ്യൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞ് റിട്ടേൺ ആയാൽ, ബൗൺസ് ആയാൽ ക്രിമിനൽ ഒഫൻസ് ആണ്. പക്ഷേ ഈ 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിമിനൽ കേസായിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല, സിവിൽ കേസായിട്ട് മാത്രമേ രജിസ്റ്റർ ചെയ്യാവൂ. അപ്പോൾ നിങ്ങൾ ചെക്ക് ഇടപാട് നടത്തുന്നവരും വാങ്ങുന്നവരും കൊടുക്കുന്നവരൊക്കെ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. നന്ദി, നമസ്കാരം.